നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ചേട്ടനെ അപമാനിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത്? നിനക്ക് എന്താ അതിനുള്ള അവകാശം? കെട്ടിഘോഷിച്ച് നീ പറയുന്ന ഒരു തെറ്റുണ്ടല്ലോ. നിന്റെ കഴുത്തിലെ ഈ താലി, അതിന് ഉത്തരവാദി ഞാനാ, എന്റെ ചേട്ടനല്ല. പിന്നെ ഇന്നലെ പറയാതെ വിട്ടത് ഇന്നങ്ങ് നേരിട്ട് പറഞ്ഞേക്കാം. നിന്റെ കഴുത്ത് ഞാൻ ഈ താലി കെട്ടായിരുന്നെങ്കിലേ ഇന്ന് നീയും ഞാനും വ്യഭിചാര കുറ്റത്തിന് ജയിലിൽ കിടന്നേനെ. ആരാടാ ഇത്? ഇതെന്റെ ഭാര്യയാണ് സാർ. ഇവിടെ നിന്റെ ഭാര്യയാണെന്നുള്ളതിന് എന്താ തെളിവ്? ദേ, അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയുണ്ട്. പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും പടവും വാർത്തകളും വേറെ. അങ്ങനെ ഒരു കേസ് ജയിലിൽ പോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല. പക്ഷേ അത് നിനക്കുണ്ടാക്കുന്ന അപമാനം താങ്ങാൻ നിനക്കായെന്ന് വരില്ല. നിന്റെ ഇവിടുത്തെ ഈ സ്ത്രീകൾ മാത്രമുള്ള കുടുംബത്തിന്. അത് മാത്രമല്ല കാര്യം, ആ നേരത്തെങ്കിലും ഞാൻ അവിടെ ആ റൂമിൽ വരാതിരുന്നെങ്കിലേ നീ ഈ പറയുന്ന മാനവും ചാരിത്രവും ഒക്കെ എപ്പോഴേ അവന്മാർ എടുത്തേനെ. അതാണ് നീ മറക്കാൻ പാടില്ലാത്തത്. പിന്നെ നീ പറഞ്ഞല്ലോ എന്താ, ഞാനൊരു കൊള്ളരുതാത്തവനാണ്. അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് അവന്മാരെ ഓടിച്ച ശേഷം എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ചെയ്തോ ഞാൻ? എടീ, ചെയ്തോന്ന്? ഇല്ല, ഞാനത് ചെയ്തില്ല. എനിക്കത് ചെയ്യാനാവില്ല ഒരിക്കലും. കാരണം ഞാൻ പ്രസാദിന്റെ അനുജനാ. ആ ചേട്ടൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയാണ് ഞങ്ങളുടെ ജീവിതം. അങ്ങനെയുള്ള എന്റെ ചേട്ടനെയാ നീ ഇവിടുന്ന് അപമാനിച്ചു വിട്ടത്. ഇനിയിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് ഞാൻ എന്റെ ഒരു ഉറച്ച തീരുമാനം പറഞ്ഞേക്കാം. ഇന്നലെ വരെ നിന്നോട് എനിക്ക് വലിയ പ്രേമമായിരുന്നു, തികച്ചും അന്ധമായ പ്രേമം. പക്ഷെ ഇനി അതില്ല. നീയുമായുള്ള എല്ലാ ബന്ധവും ഇന്നുകൊണ്ട് അവസാനിച്ചു. എന്റെ പ്രണയം മരിച്ചു. ഇഷ്ടവും കരുതലും ഒക്കെ കത്തിച്ചാമ്പലായി നീ കൊന്നു അതിനെ. ഇനി ഈ മുരളിയുടെ മനസ്സിൽ നീ ഇല്ല, ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല. അതാണ് എന്റെ തീരുമാനം, അത് മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.